അറബി ഭാഷാ പഠന രംഗത്ത് ഒരുപാട് അക്കാഡമികളും സ്ഥാപനങ്ങളും ഒക്കെ പ്രവർത്തിച്ചു വരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ അറബിക് മേഡ് ഈസി എന്ന ഈ ഒരു കോഴ്സ് തുടങ്ങാൻ താങ്കൾ പ്രേരിപ്പിച്ചെന്താണ്? അറബി ഭാഷാ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും അധ്യാപകരുടെയും എണ്ണം പരിശോധിക്കുമ്പോൾ ലോകത്തെ 2ാം സ്ഥാനമാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിനുള്ളത്. ഏകദേശം 12 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഇന്ന് കേരളത്തിൽ അറബി ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ, അത് മദ്രസ വിദ്യാഭ്യാസത്തിലൂടെയും സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെയും അതിനുശേഷം +2, ഡിഗ്രി, PG തലത്തിൽ വരെ അറബി ഭാഷ പഠിച്ചിട്ടും അത് വേണ്ട രീതിയിൽ വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന ഒരു ചിന്തയുടെയും പഠനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് അറബിക് മേഡീസ് എന്നൊരു കോഴ്സ് തുടങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചത്. മുമ്പ് ഓഫ്ലൈൻ വഴിയായിരുന്നു ഈ കോഴ്സ് ഞങ്ങൾ നൽകിയിരുന്നത്. ഇപ്പോൾ അത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് ഞങ്ങൾ മാറ്റാൻ തീരുമാനിച്ചത് 2 കാരണത്താലാണ്. ഒന്ന് അതിലുള്ള റിസൾട്ടാണ്. മറ്റൊന്ന് ഇന്ന് ഓൺലൈൻ വഴി കാണപ്പെടുന്ന ഒട്ടുമിക്ക അറബി ഭാഷ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സുകളും സ്പോക്കൺ അറബിക്കുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതുകൊണ്ട് അറബിയെ അതിൻ്റെ ശരിയായ രൂപത്തിൽ തനതായ ശൈലിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഞങ്ങൾക്ക് ഇതിൻ്റെ പിറകിലുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മറ്റു കോഴ്സുകളിൽ നിന്ന് ഈ അറബിക് മീഡിയസിയെ വ്യത്യസ്തമാക്കുന്ന എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അറബിക് മീഡിയസിയെ മറ്റു കോഴ്സുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചിലത് പറയാമെന്ന് തോന്നുന്നു. ഒന്ന്, അറബി അക്ഷരങ്ങൾ കൂട്ടി എഴുതുവാനും വായിക്കാനും അറിയുന്ന ഏത് പ്രായത്തിലുള്ള ഒരാൾക്കും വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സിലബസാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതും വെറും 60 ദിവസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിലബസാണ് അറബിക് മീഡിയസിക്കുള്ളത്. മറ്റൊന്ന്, അറബിയിൽ എഴുതുമ്പോഴും വായിക്കുന്ന സമയത്തും സംസാരിക്കുമ്പോഴുമൊക്കെ ശ്രദ്ധിക്കേണ്ടതായ ഒരുപാട് നഹ്വിയായ നിയമങ്ങളുണ്ട്. ഗ്രാമർ നിയമങ്ങൾ, വ്യാകരണ നിയമങ്ങൾ എന്ന് പറയും. അത്തരം നിയമങ്ങൾ വളരെ രസകരമായി മലയാളത്തിൽ കോഡുകളിലൂടെ പഠിപ്പിക്കുന്നു എന്നുള്ളതും അറബിക് മീഡിയസിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. മറ്റൊന്ന്, ഈ കോഴ്സ് പൂർത്തിയാക്കുന്നതോടുകൂടി ഏകദേശം 60 ദിവസം കൊണ്ട് ഒരു വിദ്യാർത്ഥി 1000ഓളം പദങ്ങൾ, അതിൻ്റെ ഏകവചനം, ബഹുവചനം, അതുപോലെ തന്നെ ഫിഅലുകളാണെങ്കിൽ അറബിയിൽ ഫിഅലുകൾ എന്ന് പറയും, അഥവാ ക്രിയകളുടെ വ്യത്യസ്ത രൂപങ്ങൾ, അതിൻ്റെ അർത്ഥസഹിതം, അതുപോലെ തന്നെ പദങ്ങൾക്കിടയിലുള്ള അർത്ഥവ്യത്യാസങ്ങൾ, ഇങ്ങനെ ഏകദേശം 1000ഓളം പദങ്ങൾ അതിൻ്റെ അർത്ഥസഹിതം പഠിക്കുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മറ്റൊന്ന്, ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ഓരോ വിദ്യാർത്ഥിയുടെയും കയ്യിൽ അവർക്ക് സ്വന്തമായി വീട്ടിലിരുന്ന് അറബി ഭാഷയെ മെച്ചപ്പെടുത്തുന്ന ആവശ്യമായ രീതിയിലുള്ള ഒരു കൈപുസ്തകം അവർ തയ്യാറാക്കിയിട്ടുണ്ടാകും എന്നുള്ളതാണ്. ഈ കോഴ്സ് എങ്ങനെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അതിലൂടെ എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാകും? തീർച്ചയായും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ അറബി ഭാഷയുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങളാകുന്ന ഖുർആൻ, ഹദീസ് പോലെയുള്ള ഗ്രന്ഥങ്ങൾ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് വായിക്കാൻ സഹായിക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് അവരുടെ പരീക്ഷകളിൽ, അത് ക്ലാസ് പരീക്ഷകൾ മുതൽ മത്സര പരീക്ഷകൾ വരെ, അവർക്ക് വളരെ എളുപ്പത്തിൽ ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യാൻ അറബിക് മീഡിയസ് അവരെ സഹായിക്കും. അറബിയിൽ എഴുതപ്പെട്ട ലേഖനങ്ങൾ, ചെറിയ ചെറിയ കഥ, കവിത പുസ്തകങ്ങളൊക്കെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് വായിക്കാൻ വളരെ എളുപ്പത്തിൽ സഹായകരമായി തീരും. അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് നടത്തപ്പെടുന്ന കലോത്സവങ്ങളാകട്ടെ, മറ്റു അറബിക് ഫെസ്റ്റുകളാകട്ടെ, അത്തരം സ്റ്റേജ് പ്രോഗ്രാമുകളിൽ വിദ്യാർത്ഥികൾക്ക് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുവാനുള്ള പ്രത്യേക പരിശീലനം അറബിക് മീഡിയസി നൽകുന്നുണ്ട് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. സോഷ്യൽ മീഡിയ വഴി നമ്മൾ കാണുന്ന, യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ കാണുന്ന അറബിക് റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകളും പ്രഭാഷണങ്ങളൊക്കെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് കാണുവാൻ സഹായകരമായി തീരും. അറബി ഭാഷയിലെ എല്ലാ സംഗതികളും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായും. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഈ ഒരു കോഴ്സ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ജോലി സാധ്യതകൾ എന്തെങ്കിലും, ചിലപ്പോൾ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു സംഗതി, അതിലൂടെ എന്തെങ്കിലും ജോലി? തീർച്ചയായും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അറബി ഭാഷയുമായി ബന്ധപ്പെട്ടുള്ള ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും, അല്ലെങ്കിൽ അറബി ഭാഷയുമായി ബന്ധപ്പെട്ടുള്ള ഏത് മേഖലയിൽ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിലും, അവർക്കൊക്കെയും കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടി, ഉത്തരവാദിത്വത്തോടു കൂടി ആ ജോലി നിർവഹിക്കുവാൻ അറബിക് മീഡിയസ് സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ സമയം ക്രമീകരണങ്ങൾ അതൊക്കെ എങ്ങനെയാണ്? ഒരു ദിവസം 2 സമയങ്ങളിലായിട്ടായിരിക്കും ക്ലാസ് നടക്കുക. വിദ്യാർത്ഥികൾക്ക് സൗകര്യപ്രദമാകുന്ന സമയം അവർക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. സൂം വഴിയായിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ രസകരമായ ഒരു സംഗതി പോസ്റ്ററിലൂടെ കാണാണ്ടായി, 60 ദിവസം കൊണ്ട് 3333 രൂപക്ക് ഈ ഒരു കോഴ്സ് പഠിക്കാമെന്ന് തന്നെ. അപ്പോൾ ഈ ഒരു 3333 എന്ന ഒരു സംഖ്യയിൽ എന്തെങ്കിലുമൊക്കെ രഹസ്യമുണ്ടോ? തീർച്ചയായും അതിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ 3 സൂചിപ്പിക്കുന്നത്
ഞങ്ങളുടെ കോഴ്സിൻ്റെ കാലാവധി 3 മാസമാണ്. 60 ദിവസം എന്ന് പറയുമ്പോൾ ഓരോ മാസവും 20 ക്ലാസ്സുകൾ വീതം, അങ്ങനെ 3 മാസമാണ് കോഴ്സിൻ്റെ കാലാവധി. മറ്റൊന്ന് 3 സെമസ്റ്ററുകളിലായിട്ടാണ് കോഴ്സ് ഞങ്ങൾ നൽകുന്നത്. അതാണ് രണ്ടാമത്തെ 3 സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന്, ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏതൊരാൾക്കും ആദ്യത്തെ 3 ക്ലാസ്സുകൾ തികച്ചും സൗജന്യമായി ഫ്രീ ആയി അറ്റൻഡ് ചെയ്ത് ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ ശൈലിയും അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി ഇഷ്ടപ്പെട്ടാൽ മാത്രം അഡ്മിഷൻ ഫീ അടച്ച് നിങ്ങൾക്ക് കോഴ്സിൽ എന്ത് ചെയ്യാം, തുടരാവുന്നതാണ്. ഇങ്ങനെ 3 ക്ലാസ് കഴിഞ്ഞാൽ അഡ്മിഷൻ ഫീ 333 രൂപ അടക്കുകയും പിന്നീട് ഓരോ സെമസ്റ്റർ തീർന്നതിന് ശേഷം മാത്രമേ ആ സെമസ്റ്ററിൻ്റെ ഫീ ആകുന്ന, ഓരോ സെമസ്റ്ററിനും 1000 രൂപയാണ് ഫീ. അങ്ങനെ ഓരോ സെമസ്റ്ററിൻ്റെയും 20 ക്ലാസ്സുകൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ കോഴ്സ് ഫീ അടയ്ക്കേണ്ടതുള്ളൂ. മറ്റൊന്ന്, 3 സെമസ്റ്ററുകളിലും പ്രാക്ടിക്കൽ ആൻഡ് തിയറി എക്സാമുകൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. അതിൽ ഏറ്റവും ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യുന്ന ആദ്യത്തെ 3 സ്ഥാനക്കാർക്ക്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വരുന്ന ആളുകൾക്ക് ഞങ്ങൾ കോഴ്സ് ഫീ തിരിച്ച് നൽകും എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് പ്രൈസ് കരസ്ഥമാക്കുന്ന ആൾക്ക് 3333 രൂപ നൽകും. സെക്കൻഡ് പ്രൈസ് ഉള്ള ആൾക്ക് 2222, തേർഡ് പ്രൈസ് കരസ്ഥമാക്കുന്നവർക്ക് 1111 രൂപ. ഇങ്ങനെ ക്യാഷ് പ്രൈസ് ഞങ്ങൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഓരോ സംഗതികൾ നിങ്ങൾക്ക് കൂടുതലായി അടുത്തറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 3 പ്ലാറ്റ്ഫോമിലൂടെയാണ് ഞങ്ങളെ കോഴ്സ് പരിചയപ്പെടുത്തുന്നത്. യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പോലെയുള്ള 3 പ്ലാറ്റ്ഫോമിലൂടെ ഞങ്ങളെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അങ്ങനെ ഇന്ന് അറബി ഭാഷ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അറബി ഭാഷയെ കൂടുതൽ മെച്ചപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇന്ന് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും നല്ല ഓൺലൈൻ വഴിയായിട്ടുള്ള ഒരു കോഴ്സാണ് അറബിക് മീഡിയസി എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ്.